ഇപ്പോഴും ആൾക്കാർക്ക് അത്ഭുതമാണ് ഈ വണ്ടി എങ്ങനെ കയറി വന്നു. അത് എന്നോടുള്ള സ്നേഹം തന്നെയല്ലേ. ഫസ്റ്റ് 2 ഡോക്ടർമാരാണ് അവിടെ കുടുങ്ങി കിടന്നത്. അവർ പറഞ്ഞു വണ്ടി പോകില്ല, ആൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, നല്ല അതായത് സെൻറ്ററിൽ കൂടി ഒരു തോട് പോകുന്നുണ്ട്, അപ്പോൾ നല്ല ഒലിവാണ് അവിടെ. ഇവരൊക്കെ പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ എനിക്കൊന്ന് കഴുത്തറ്റം വെള്ളത്തിലും ഷിമിലിന്റെ ധൈര്യം എന്റെ വണ്ടി ചതിക്കില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെയാണ് കേരളമാകെ തരംഗമായ ആ രക്ഷാദൌത്യം പിറക്കുന്നത്. വയനാട് ദുരന്തത്തിൽ മുങ്ങിപ്പോയ മലപ്പുറത്തെ വെള്ളക്കെട്ട്. പുറത്തിറങ്ങാനാവാതെ കുടുങ്ങിയ കുടുംബങ്ങളെ സ്വന്തം വണ്ടിയുടെ ബോണറ്റിലിരുത്തിയാണ് ഷിമിൽ ആ റിസ്ക് എടുത്തത്. ഞാൻ ആ വണ്ടി വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വെള്ളക്കെട്ടിൽ ഇറക്കി. അന്ന് എല്ലാവരും പിന്നെ ഭയങ്കര മോശമായിട്ട് ഇതാക്കി, പൈസന്റെ മുങ്കാണ്, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. വണ്ടി കഴിഞ്ഞാൽ പിന്നെ ആനപ്രാന്താണ് ലഹരി. ഷിമിലും തന്റെ ആനയായ കാവേരിയും തമ്മിലുള്ള വൈകാരിക അടുപ്പം പണ്ടേ വൈറലാണ്. ആ ബന്ധമാണ് ഷിമിലിനെ പ്രവാസി വ്യവസായി വിഘ്നേഷ് വിജയകുമാറുമായി അടുപ്പിച്ചതും. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫോക്കസ് വയനാട്ടിലേക്ക് പോയ സമയത്ത് നമ്മുടെ നാട്ടിലും വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടിയ ഒരു അവസരങ്ങളുണ്ടായി. അപ്പോൾ അന്ന് ഇവർ കുറച്ച് ചെറുപ്പക്കാർ ഈ ഒരു ഭാഗങ്ങളിലേക്കെല്ലാം പോയി കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെയൊക്കെ സ്വന്തം ജീവൻ വരെ ഒരു എന്താ പറയുക, അതൊരു ഒരു അഡ്വഞ്ചർ. അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഒരു മാതൃകയായി മാറണം. ഏതാപത്തിലും ചങ്ക് പറിച്ചു തന്ന് മുന്നിൽ നിൽക്കുന്ന ഓഫ് റോഡ് റൈഡേഴ്സിനെ ഇനിയെങ്കിലും പ്രത്യേക പെർമിറ്റ് നൽകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് ഷിമിലിന് പങ്കുവെക്കാനുള്ളത്.